ഈ ശാലീന സുന്ദരീനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാര്യം എൻ്റെ അമ്മമാർക്ക് എല്ലാവർക്കും ഈ ലീന എപ്പോഴും വന്നുകൊണ്ടിരുന്നതാണ് ടി വിയിൽ. പക്ഷേ ഇടയ്ക്ക് എവിടെയോ ഒന്ന് നാട് വിട്ടു. അപ്പം നാട് വിട്ട ആൾക്കാരെ ഇങ്ങനെ എന്താ പറയാ കുത്തിരി പിടിച്ച് കൊണ്ടുവരാന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഞാൻ കൊണ്ടുവന്നേക്കുക. ഇതെവിടെയാ ഭാര്യയെ കൊണ്ടുപോയത്? എവിടെയായിരുന്നു? ഞാനൊരു 3 മാസത്തേക്ക് നാട് വിട്ടതാ. നാട് വിട്ടെന്ന് ഉറപ്പായേ? ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതേ ഉള്ളൂ. അപ്പൊ ലീന തന്നെ സമ്മതിച്ചു. എന്നതിനാണോ നാട് വിട്ടെ? ഒന്നുമില്ല, ചേട്ടൻ ഇപ്പൊ ഗൾഫിലാ. അപ്പൊ ഞാനൊന്ന് പോയി ഓസിന് ദുബായി ഒക്കെ കണ്ടതൊക്കെ ഇറങ്ങി ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭർത്താവിനെ പരിചരിക്കണം എന്ന് വിചാരിച്ചിട്ട് ദുബായ് കാണാൻ വന്നതല്ല. ഞാൻ ഒന്ന് ഹോളിഡേ ആക്കാൻ വേണ്ടി പോയതാ, ഒന്ന് ആഘോഷിക്കാൻ പോയതാ. എന്താ അവിടെ എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ അവിടെ ഒരു ഇൻഷുറൻസ് ഫാമില് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാണ്. അധികം ആയില്ല പോയിട്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു കൊല്ലം ആവുന്നു അവിടെ പോയി. അപ്പൊ അതിനിടയ്ക്ക് ഇവരെ ഒരുപാട് മിസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇവിടെ വാ, എനിക്ക് നിങ്ങളെയും കാണാം, നിങ്ങൾക്ക് സ്ഥലവും കാണാന്ന് പറഞ്ഞു. ആക്ച്വലി 2ാമത്തെ വട്ട പോയത് കേട്ടോ. ഇടയ്ക്ക് ഒരു മാസത്തേക്ക് ഒന്ന് ഓടി പോയിട്ട് വന്നു. അപ്പൊ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. 2ാമത് പോയത് ശരിക്കും വെറുതെ ഇരിക്കാൻ വേണ്ടി പോയത്. എന്ത് രസമായിട്ട് ഓപ്പണായിട്ടാ പറയുന്നത്. വെറുതെ ഇരിക്കാനാണ്. അത്ര ബിസി ആയിരുന്നു ഇവിടെ ശരിക്കും നല്ല പണി ഉണ്ടായിരുന്നു. ശരിക്കും ഇപ്പോൾ കോമഡിയൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഒത്തിരി കാലം ഞാനിപ്പോൾ ശരിക്കും 11 വർഷമായി സീരിയൽസിൽ. അപ്പോൾ ഈ കുറേ കാലം വരെയും സീരിയസ് റോൾസ് മാത്രമായിരുന്നു. ഈ അടുത്ത മുതലാണ് കോമഡിയിലേക്ക് ചാടി തുടങ്ങിയത്. അപ്പോൾ ശരിക്കും കോമഡി ഒത്തിരി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു ഇനി കുറച്ച് മാറി നിൽക്കാം. അപ്പോൾ വീണ്ടും ആൾക്കാർ ഞാൻ സീരിയസ് ആയിരുന്നു ചെയ്തിരുന്നതെന്ന് ഓർക്കും. മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 11 years ആയി ലീന ഇതിലേക്ക് വന്നിട്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്, കണ്ടത്? ശരിക്കും ഞാൻ ഇദ്ദേഹത്തിനെ എനിക്ക് കൊണ്ടുതന്നത് എൻ്റെ ഡാൻസ് ടീച്ചറാണ്. റിഗാറ്റയിലെ ഗിരിജാചന്ദ്രനാണ്. ഗിരിജ ചേച്ചിയോ? അതെ, അപ്പോൾ ടീച്ചറിൻ്റെ മോള് മാധവി. ചിക്കുവും ഇദ്ദേഹവും വളരെ വലിയ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ ബാംഗ്ലൂർ പോകുമ്പോൾ ഇവരുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ട്. ഇവർ ബാംഗ്ലൂരായിരുന്നു കുറേ കാലം. അപ്പോൾ ടീച്ചറിന് ഭയങ്കര ഗ്യാരണ്ടിയുള്ള ഒരു പയ്യനും ഭയങ്കര ഗ്യാരണ്ടിയുള്ള ഒരു പെൺകുട്ടിയും. അപ്പോൾ ഞങ്ങളെ ഒരുമിപ്പിക്കണമെന്ന് ടീച്ചറിന് തോന്നി. അങ്ങനെ ടീച്ചർ കൊണ്ടുവന്ന പ്രപ്പോസലാണ് ഇത്. ഓക്കെ. അപ്പൊ ശരിക്കും ലീനനെ അവിടെ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതാണോ ആസ് ആൻ ആക്ട്രസ് ഇഷ്ടപ്പെട്ടാണോ? ലീന സീരിയൽസ് ഒക്കെ കാണുമായിരുന്നു. അപ്പോൾ ആളെ അറിയാം. പിന്നെ ചിക്കു ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ട് ഇഷ്ടം വന്നു, പറഞ്ഞു. ഇവിടെ ഇരിക്കുന്നു. പിന്നെ വിട്ടുകൊടുത്തില്ല? പിന്നെ വിട്ടില്ല, കൂടെ കൊണ്ടുപോകുന്നു. കൂടെ ബാംഗ്ലൂർ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ഞാൻ വീണ്ടും ഗൾഫിലോട്ട് കൊണ്ടുപോയി. മിക്കവാറും എന്നെ തിരിച്ച് തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോയി. എന്താന്ന് വെച്ചാൽ ലീന കുറെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കുശുംബി അല്ലെങ്കിൽ അരിശം വരുന്ന ഒരാള്, എന്താ പറയാ, ചിലപ്പോൾ പാവം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ശാലീന സുന്ദരിയായിട്ടുള്ള ക്യാരക്ടേഴ്സ്, പല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കണ്ടുപിടിച്ചത് ഏതാണ്ട് ഒരു പ്രേതമായിട്ട് അഭിനയിച്ച സമയത്താണ് കണ്ടുപിടിച്ചത്. അതിലത്രയും ഭംഗിയായിരുന്നു. ആദ്യമായി കാണുന്നത് പ്രേതത്തിന്റെ രൂപത്തിലാണ്. അപ്പൊ ഞാന് ചിക്കുവിന്റെ അരങ്ങേറ്റം ബ്രോഷറിൽ ആളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇത് നമ്മുടെ പ്രേതമല്ലേ രഹസ്യം സീരിയലിലേന്ന്. അതുകൊണ്ട് പ്രേതരൂപത്തിൽ കണ്ടു, ഇനി വേസ്റ്റ് ഒന്നും കാണാനില്ല. പ്രേതത്തെ പ്രേമിച്ച ഒരു പയ്യൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ടൊക്കെ അമ്മച്ചിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? ഈ പണ്ട് കാലത്തൊക്കെ കാവി പോലെ അങ്ങനെ പോലെ അവിടെ പ്രേതമുണ്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് നമ്മളെ വിലക്കുവല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഈ പ്രേതത്തെ കണ്ട് പ്രേമിച്ച ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനൊക്കെ ഉണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് ചേച്ചി ഓർക്കണം. ഇതെല്ലാം പോട്ടെ ഒരു കാര്യം ചെയ്തിട്ട് പ്രേതത്തെ കണ്ട് പ്രേമിച്ച് ഇഷ്ടപ്പെട്ടു. വീട്ടില് പ്രേതാണോ ശാലീന സുന്ദരിയാണോ? അങ്ങോട്ട് നോക്കണ്ട, എന്നെ നോക്കി പറഞ്ഞു വെച്ചാൽ മതിയേ. ഇവിടെ ആംഗ്യ ഭാഷയും വേണ്ട, എന്നെ നോക്കിയാൽ മതി. ഇല്ല, വീട്ടിലെ ശാലീന സുന്ദരിയാണ്, പക്ഷെ ചില സമയങ്ങളിൽ പ്രേതമാവും. അത് എന്താ പറയാ, ചുമ്മാ അങ്ങനെ എപ്പോഴൊന്നും ഇല്ല. ചിലപ്പോഴൊക്കെ ഒരു ദിവസം 2-3 പ്രാവശ്യമൊക്കെ, അത്രേ ഉള്ളൂ. ഒരു ദിവസം 2-3 പ്രാവശ്യം താങ്കളെ പേടിപ്പിക്കും. മനസ്സിലായല്ലോ എന്താണ് ഗൾഫിൽ എല്ലാം മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. അവിടെ ഇരുന്നോ, കൊല്ലത്തിൽ ഒന്നും വന്നാൽ മതി കേട്ടോ. വല്ലപ്പോഴും വന്ന് കാണുമ്പോഴത്തേക്ക് ആ സ്നേഹമൊക്കെ എന്തുണ്ടാവും. പക്ഷെ ഇല്ല, ബട്ട് സ്റ്റിൽ അല്ലെ, നിങ്ങൾക്കായാലും മിസ് ചെയ്യുന്നുണ്ടാവും ഒരുപാട് പ്രാവശ്യം. വൺസ് ഇൻ എ ഇയർ കാണുന്നവർക്ക് അതിൻ്റെതായ ഒരു പ്രയാസങ്ങൾ, പിന്നെ നമ്മുടെ ജീവിത രീതി, അത് എല്ലാം നമുക്ക് നോക്കണം. അതുകൊണ്ട് നമ്മൾ അണ്ടർസ്റ്റുഡ്. ലീന ആഫ്റ്റർ മാരേജ് സീരിയൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ മാരേജ് ആണ് ആക്ച്വലി കേരളം വിട്ടുപോയി സീരിയൽ ചെയ്തത്. തമിഴിലൊരു സീരിയൽ ചെയ്തിരുന്നു, പാസമലർ എന്ന് പറഞ്ഞിട്ട്.
ഒരു വലിയ മെഗാ സീരിയൽ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ കീഴിൽ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. അത് പക്ഷേ പകുതിക്ക് വെച്ചിട്ട് ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഭയങ്കര. അവിടെ ചെല്ലും അവരുടെ ഫുഡ് നമുക്ക് ശീലമല്ലേ, അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അത് പകുതി വഴിക്ക് അവസാനം അവരുടെ കാല് പിടിച്ച് അവിടെ നിന്ന് പോന്നു. പിന്നെ ഇവിടെ ഒത്തിരി സീരിയൽസ് ചെയ്തിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇദ്ദേഹം ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ എൻ്റെ പണി ഇവിടെ ഒരു ഷെഡ്യൂൾ ചെയ്യും, ട്രെയിൻ കയറി അവിടെ ചെല്ലും. അപ്പോൾ അവർ പറയും ഡേറ്റ് മാറി തിരിച്ചു വരുമെന്ന്, അടുത്ത ഫ്ലൈറ്റിന് ഇവിടെ വരും. ഇത് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ട്രിവാൻഡ്രം ആക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഒരു നല്ല ആക്ട്രസ് എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബിക്കോസ് സ്റ്റിൽ ഷീസ് ഇൻ ദ ഫീൽഡ്. ശരിക്കും പുള്ളിക്കാരുടെ അഭിനയമൊക്കെ കണ്ടിന്യൂ ചെയ്യണം എന്നും ആസ് എൻ ആക്ട്രസ് ഷീ ഷുഡ് കണ്ടിന്യൂ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒരാൾക്ക് കഴിവുള്ളത് കൊണ്ടാണല്ലോ അയാൾ ആ ഫീൽഡിൽ തന്നെ കുറേ വർഷം നിൽക്കാൻ പറ്റുന്നത്. ആ കഴിവ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ കല്യാണവും ആളെ ഇഷ്ടപ്പെടാനും ആ പുള്ളിക്കാരുടെ വർക്ക് ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എനിക്ക് പുള്ളിക്കാരിയുടെ ഒരു ആഗ്രഹമുണ്ട്, പുള്ളിക്കാരിക്ക് ഒരു സ്ക്രിപ്റ്റിങ്ങിലോട്ടും ഡയറക്ഷനൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ. അപ്പോൾ എനിക്ക് അത് ഈ ആക്ടിങ്ങിൻ്റെ കൂടെ തന്നെ അതിലും പുള്ളിക്കാരിക്ക് ഈ ഇപ്പോൾ കഴിവ് തെളിയിച്ച പോലെ തന്നെ അതിലും തെളിയിക്കാൻ പറ്റണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു, ഇങ്ങനെ ഒരു സീരിയലൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. കാരണം പുള്ളിക്കാരി വളർന്നു വന്ന ഫീൽഡ് അതാണല്ലോ. അപ്പോൾ സീരിയൽസിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓക്കെ, ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ബേസിക്കലി അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ഡിമാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും വെച്ചിട്ടുണ്ട്? താൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ വല്ലതും, ഞാൻ ഇന്ന പോലെ ചെയ്യും അത് എന്നെ പോലെ ആവും എന്നൊക്കെ? ഇല്ല, ആലോചിച്ചെടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഒന്നും ഡിമാൻഡ്സ് ആയിട്ടൊന്നുമില്ല. ഞാനൊരു ആഗ്രഹം പറഞ്ഞിരുന്നു, കാരണം എനിക്ക് ഈ ഫീൽഡിനോട് ഒരു ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. അതിനും പ്രാധാന്യം ഡാൻസിനുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും തുടർന്നാൽ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം മുൻപ് പ്രപ്പോസൽ വരുമ്പോഴൊക്കെ നമുക്കൊക്കെ ഉള്ളൊരു പ്രധാന പ്രശ്നം, അന്ന് നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സീരിയലിലുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സീരിയലുള്ള കുട്ടിയാണ് ഒന്നും പറയണ്ട, ബാക്കി അതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, ഞാൻ സീരിയലിലൊക്കെ ഉള്ളതാണ്, അതിനെന്താ. ഇപ്പൊ ഞാൻ പറയട്ടെ, ലീന പറയുമ്പോ പോലും എനിക്ക് അതിന്റെ പ്ലസ് മൈനസ് മനസ്സിലാവുന്നില്ല. ഞാനും ഒരു ആക്ട്രസ് ആണ്, താനും ഒരു ആക്ട്രസ് ആണ്, അതിനകത്ത് എന്നാടോ പാട്? ഞാൻ വളർന്ന സ്ഥലം, പുള്ളിക്കാരി വളർന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ സീരിയല് വന്ന സമയത്തോ അല്ല അങ്ങനെയല്ല, ആരെങ്കിലും ഒരാള് പറഞ്ഞാലും മതി, അത് നമ്മുടെ മനസ്സിൽ കിടന്നിട്ട് അതിങ്ങനെ ചിലപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരാളായിരിക്കും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് വിട്ടേക്ക്, നമ്മളെ രണ്ടുപേരുടെ ലൈഫ്, നമ്മുടെ വീട്ടില് നമ്മളെ വീട്ടില് അടുപ്പ് എത്തണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം. റൂമേഴ്സിന് എത്രയാണ് സ്ഥാനം? എത്രയായാലും നമുക്കറിയാം, വേർഡിന്റെ അർത്ഥം തന്നെ അറിയാം. സോ ഇഗ്നോർ ഇറ്റ്, അത്രേ ഉള്ളൂ. റൂമേഴ്സിന് ഒരിക്കലും സ്ഥാനം കൊടുക്കല്ല. ചില സമയം അത് നെഗറ്റീവ് പവർ ആവാറുണ്ട് അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുഴപ്പമില്ലേ ചേച്ചി? ഒരു 10 വർഷം മുൻപുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രത്യേകിച്ചും ഞങ്ങളുടെ നാട്ടുമ്പുറം, ഇപ്പോഴും നാട്ടുമ്പുറം. എവിടെയാണ് ലീനയുടെ ശരിക്കും? എൻ്റെ പ്രോപ്പർ സ്ഥലം മുല്ലശ്ശേരി എന്നാണ് പറയാ. അല്ല, മുരുക്കുമ്പുഴ മുല്ലശ്ശേരി. ആക്ച്വലി അത് ചെറിയങ്കിഴ പോകുന്ന വഴിക്കാണ് മുരുക്കുമ്പുഴ. അപ്പോൾ അവിടെ ഇപ്പോഴും ബസ് സർവീസ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പൊ ഇപ്പോഴും അങ്ങോട്ട് ബസ്സില്ല. ഒരു ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഒരു 2-3 കിലോമീറ്റർ അകത്തോട്ട് നടക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, സാധാരണഗതി എല്ലാവരും നമ്മുടെ ഇവിടെ വന്നേച്ചാൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട 10 ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ എന്നാ ചെയ്യുന്നറിയോ, ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാടിനെ പറ്റി 10 ഒന്നും ഇല്ലേലും പുകഴ്ത്തി പറയുവേ. ഇത് നോക്ക്, ഇപ്പോഴും അവിടെ ബസ് സർവീസ് ഇല്ല, അവിടെ ഒരു ഡെവലപ്മെന്റും ഇല്ല. എന്റെ പൊന്നു നാട്ടുകാരെ, കേൾക്കുന്നില്ലേ കുഞ്ഞു പറയുന്നേ? പക്ഷെ ഞാൻ പറയും, ഇതൊന്നും ഇല്ലേലും നല്ല മനസ്സുള്ള നാട്ടുകാരായിരിക്കും. നല്ല മനസ്സുള്ള നാട്ടുകാരാണ്. കാരണം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ജീവിച്ചിട്ട് വന്ന് പിന്നെ അത്യാവശ്യം നാട്ടുകാരായിട്ടൊക്കെ ഇടപെടുന്നത് കല്യാണം കഴിഞ്ഞ് വന്ന് ഇവരുടെ എല്ലാ അടുത്തടുത്ത വീട് എല്ലാ റിലേറ്റീവ്സും എല്ലാവർക്കും തമ്മിൽ അറിയാം, എല്ലാവരും എല്ലാവരുടെ കാര്യത്തിൽ ഇടപെടും. പക്ഷെ അതൊരു നല്ലൊരു കാര്യം. ഇപ്പത്തെ കാലത്ത് ഇപ്പൊ സിറ്റിയിലൊക്കെ അത് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നു പോകുന്ന ഒരു കാര്യം അല്ലേ? മറ്റേ നമ്മുടെ ഒരു വീട്ടിലൊരു എന്തെങ്കിലും ഒരു ആഘോഷം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടുക, ബഹളം വെക്കുക, എല്ലാവരും ചെയ്യുക ഓരോ ജോലികൾ എന്ന് പറയുമ്പോൾ സംതിങ് ഗ്രേറ്റ്. അത് തന്നെ നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ അതൊക്കെ ഇപ്പോഴും എനിക്കൊരു നെസ്റ്റോൾജിയാണ് ശരിക്കും. കസിൻസ് എല്ലാം കൂടെ കൂടുമ്പോഴൊക്കെ ഇതൊക്കെ തനിക്ക് കിട്ടിയ പ്ലസ് പോയിന്റ് ആണോ? അതെന്റെ പ്ലസ് പോയിന്റ് ആണ് തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എന്നോട് എപ്പോഴും എല്ലാവരും പറയുമായിരുന്നു, ലീന അറിയത്തില്ലേ, ലീന മുരുക്കുമ്പുഴ ലീന, മറ്റേ വള്ളി തൂങ്ങി വരുന്നേ. ബസ് സർവീസ് ഇല്ലാത്തോണ്ട് ഇപ്പൊ ആരും പറയാറില്ല. കാരണം ഇപ്പൊ എല്ലാവർക്കും അത് നഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ എല്ലാവരും
ഓ അവിടെ അങ്ങനെയാണല്ലേ, അയ്യോ എന്ത് ശരിക്കും രസാ ഇപ്പൊ അത് ആസ്വദിക്കും. കാര്യം എനിക്കത് ഒരിക്കലും ഒരു മൈനസ് ആയിട്ട് തോന്നിയില്ല. ഇപ്പത്തെ നമ്മുടെ ജനറേഷൻ, ഇപ്പൊ നമ്മുടെ മക്കൾ പോലും ആ ഒരു നല്ലൊരു മൊമെന്റ്സ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലെ. എല്ലാരും ഇപ്പൊ കോമ്പാക്ട് ആയി, ന്യൂക്ലിയർ ഫാമിലി ആയി, ആർക്കും സിബ്ലിങ്സ് പോലും ഇപ്പൊ കുറവാ. അപ്പം ആ ഒരു ഒത്തൊരുമിപ്പ്, ബഹളം അതൊന്നും ഇല്ലാതെ പോവാ. പക്ഷെ നമ്മുടെയൊക്കെ കുഞ്ഞുനാൾ നമ്മൾ എന്താ ആഘോഷിച്ച സത്യം അല്ലേ?